16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങി. എല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്നത് വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിന്റെ മുഴുവൻ വരികളും ഈ ഒരു സഭാ സമ്മേളനത്തിൽ ആലപിക്കുമോ എന്നുള്ളതായിരുന്നു. ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും വന്ദേമാതരം എന്ന ദേശീയ ഗീതം പൂർണ്ണമായി ആലപിക്കണം എന്ന നിർദ്ദേശം ലോക്ഭവനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ചത് വിവാദമായി. PA മുഹമ്മദ് റിയാസ് എന്ന മുൻ മന്ത്രിയാണ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്. ഇത്തരത്തിൽ വന്ദേമാതരം എന്ന ദേശീയ ഗീതം പൂർണ്ണമായി ആലപിക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്നും അത് ദേശീയതയുടെ ഭാഗമല്ല എന്നുമൊക്കെ ആയിരുന്നു അന്ന് റിയാസിന്റെ വാക്കുകൾ. എന്തായാലും ഇന്ന് മറ്റ് വാദങ്ങൾക്ക് ഒന്നും തന്നെ വഴികൊടുക്കാതെ, വിവാദങ്ങൾക്കും വഴികൊടുക്കാതെ വന്ദേമാതരത്തിന്റെ സുപ്രധാനമായ 6 വരികൾ നമ്മൾ ആകാശവാണിയിലും മറ്റും കേൾക്കുന്ന ആ 6 വരികൾ മാത്രമേ ആലപിച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് ലോക്ഭവൻ നൽകിയ നിർദ്ദേശം ലംഘിച്ചതാണ് എന്നും പറയപ്പെടുന്നു. കൃത്യമായി പൂർണ്ണമായി ആ വരികൾ ആലപിക്കണം എന്ന നിർദ്ദേശം കേരള നിയമസഭാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്നു. കേരള പോലീസിന്റെ ബാൻഡ് ആണ് ഈ ഒരു വന്ദേമാതരവും ജനഗണമനയും ഒക്കെ തന്നെ വായിച്ചത്. ആളുകൾ പാടുകയില്ലായിരുന്നു, ബാൻഡ് വായിക്കുകയായിരുന്നു. കേരള പോലീസിന്റെ ബാൻഡ് ഈ പ്രധാനപ്പെട്ട 4 or 5 വരികൾ മാത്രം വായിച്ച് തുടർന്ന് ദേശീയ ഗാനത്തിലേക്ക്, ജനഗണമനയിലേക്ക് പോവുകയായിരുന്നു. ഇതിപ്പോൾ ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. മാത്രമല്ല, ചില ദൃശ്യമാധ്യമങ്ങൾ ഈ 6 വരിയെ ആലപിച്ചുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ എടുത്ത് വളരെ ആഘോഷമാക്കുന്നുമുണ്ട്. ഇത് പൂർണ്ണമായി ഇവിടെ വന്ദേമാതരം ആലപിക്കുകയായിരുന്നെങ്കിൽ ഈ വിവാദങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി കത്തിപ്പടർന്നേനെ. മാത്രമല്ല, ED റെയ്ഡുമായി ബന്ധപ്പെട്ട് VD സതീശൻ മുഖ്യമന്ത്രി ഒന്നും മിണ്ടാതിരിക്കുന്നതും ഒക്കെ തന്നെ ഇനിയിപ്പോൾ തുടർ ചർച്ചകളിൽ കടന്നു വരും. 8 പ്രാവശ്യം ചോദിച്ചിട്ടും ഈ ED റെയ്ഡിനെ കുറിച്ചോ പോലീസിനും ED ഉദ്യോഗസ്ഥർക്കും നേരെ CPM പ്രവർത്തകർ നടത്തിയ അതിക്രമത്തെക്കുറിച്ചോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്നത് ഇന്നലെ തന്നെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായിരുന്നു. ഇനിയിപ്പോൾ ഇതോടൊപ്പം വന്ദേമാതരത്തിന്റെ വരികളുടെ എണ്ണം കൂടി കണക്കാക്കിയുള്ള ചർച്ചകളായിരിക്കും കേരളത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ നടത്തുക. വന്ദേമാതരം എന്നത് ഒരു ദേശീയ ഗീതമാണ്. ബൻകിം ചന്ദ്ര ചാറ്റർജി എന്ന മഹാനായ കവി എഴുതിയതാണ്. അത് പൂർണ്ണമായി അത് പാടണം അല്ലെങ്കിൽ വായിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതി ഭവനും ലോക്ഭവനും നൽകിയിരിക്കുന്നത്. അതും ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ മാത്രം, അല്ലാത്ത ചടങ്ങുകളിൽ അത് ഒഴിവാക്കുകയോ പാടുകയോ ചെയ്യാം. അപ്പോൾ പോലീസ് ബാൻഡിന് പ്രത്യേക നിർദ്ദേശം കൊടുത്തത് VD സതീശനാണ് എന്ന ആരോപണവുമുണ്ട്. VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസിന്റെ ബാൻഡ് ഈ 6 വരികൾ മാത്രം വായിച്ച് ബാക്കി വരികൾ വായിക്കാതിരുന്നത് എന്ന വാദവും ഉയർന്നു വരുന്നു. ഇത് കൂടുതൽ ചർച്ചകളിലേക്കും കൂടുതൽ വിമർശനങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും എത്താനുള്ള സാധ്യതയുമുണ്ട്.